പാർട്ടിയാണ് പ്രശ്നം. കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അതിൽ വിഭാഗീയത ഉണ്ടാകും, അത് ഉറപ്പാണ്. പക്ഷേ നമ്മുടെ ഭരിക്കുന്ന പക്ഷത്തിന് പുറത്തൊരു ഭിന്നതയും ഇല്ല എന്ന് കാണിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഉള്ളിൽ നല്ലോണം അത് ഉണ്ടെന്ന് തെളിഞ്ഞു. ശബ്ദരേഖ ഇപ്പോൾ CPIയുടെ നാശത്തിന്റെ രേഖയായി മാറി. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ സംസാരിക്കുന്ന പാർട്ടിയിലെ 2 പ്രമുഖ നേതാക്കളുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദനും സംസ്ഥാന കൗൺസിൽ അംഗം എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായ KM ദിനകരന്റെയും ശബ്ദരേഖയാണ് പുറത്തു വന്നത്. അതൊരു വിമർശനങ്ങളുടെ കൂമ്പാരമായിരുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ എന്തും ഇവിടെ വേവും എന്ന തോന്നൽ വ്യക്തമാക്കുകയാണ് ഇവിടെ. സ്ഥാനം കുടുംബത്തിലെ ഒരാൾക്കും ഭരണം കുടുംബം മൊത്തമായി നടത്തുന്ന ഒരു അമർഷമാണ് നമ്മൾ കണ്ടത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പുണ്യാളനാവുകയാണെന്ന് പാർട്ടി പ്രവർത്തകർ പറയുകയാണ്. എന്തായാലും അവർ ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് വിഭാഗീയത ഉണ്ട്, അഭിപ്രായ വ്യത്യാസവും ഉണ്ട്. പക്ഷേ ആ പറഞ്ഞു പോയതിന് ഒരു 100,000 മാപ്പും അപേക്ഷിച്ചു. പിന്നെ എല്ലാരും ഇപ്പൊ തന്നെ ആളുകൾക്ക് അതിന്റെ അകത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടക്കുറവായി. കുട്ടികളൊക്കെ ചന്ദ്രപ്പ പണ്ട് എന്നോട് പറഞ്ഞേ, നമ്മൾ ആരോടും ചോദിക്കാൻ നിൽക്കരുത്. ഞാനവിടെ ഇംഗ്ലീഷില് തർജ്ജമ ചെയ്ത് പറയുമല്ലോ, നാഷണൽ കൗൺസിലേ എന്റെ രാഷ്ട്രീയം ഞാൻ അവിടെ പറയും. സന്തോഷത്തോട് ചോദിച്ചിട്ട് എന്ത് കാര്യത്തിനും സന്തോഷം. അപ്പൊ എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ഇഷ്ടം ചന്ദ്രപ്പ സഖാവിന് സന്തോഷമാണ്. അയാള് പുണ്യവളനാകുന്നു. സംഭവം ചൂടുപിടിച്ചപ്പോൾ ഞാൻ അറിയുന്ന KM ദിനകരനും കമല സദാനന്ദനും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ ബിനോയ് വിശ്വം ഇന്ന് ഒരു മാപ്പ് പറച്ചിലൂടെ പലതും തിരിച്ചറിഞ്ഞു കാണും. പാർട്ടിക്കുള്ളിൽ വിഭാഗീയത പ്രശ്നങ്ങളില്ലെന്നും പാർട്ടി പുറത്തുനിന്നുള്ളവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഇന്നലെ മന്ത്രി P പ്രസാദ് പ്രതികരിച്ചിരുന്നു. അതെല്ലാം പാഴായിപ്പോയി. അടിയുറച്ച പാർട്ടി വിശ്വാസങ്ങൾക്കും ത്വാത്വിക അവലോകനത്തിന്റെയും അടിക്കല്ല് ഇളകിയെന്ന് ഉറപ്പാണ്. ബിനോയ് വിശ്വം ഇപ്പോഴൊന്നും പ്രതികരിച്ചിട്ടില്ല. സെക്രട്ടറി പോരാ എന്ന് പറഞ്ഞ ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് റിപ്പോർട്ട്. 24-ന് ചേരുന്ന എക്സിക്യൂട്ടീവ് എന്തായാലും ഇവരെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചും നിർണായകമാണ്. മിക്കവാറും നിങ്ങൾക്ക് ആള് മാറിപ്പോയി കാണും. ഞാൻ അറിയുന്ന സഖാവ് കമലയും എനിക്കറിയാവുന്ന സഖാവ് ദിനകരനും ഒരിക്കലും അങ്ങനെ പറയില്ല. അവർക്ക് പാർട്ടിയെ അറിയാം, രാഷ്ട്രീയത്തെ അറിയാം, പാർട്ടിയുടെ അച്ചടക്കം അറിയാം, എല്ലാം അറിയാം. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ആള് മാറിപ്പോയി എന്നാണ്.